കമ്മലിട്ട് കാണട്ടെ. തലയിൽ വെക്കാൻ പറ്റും, ക്ലിപ്പ് വെക്കാൻ പറ്റും. ഇഷ്ടല്ലേ ഈ കമ്മല്? എങ്ങനെയുണ്ട് ആന്റിയോളെ കമ്മല്? നല്ല ഭംഗി. എല്ലാ ഡ്രസ്സിന്റെ കമ്മല തലയില്. അത് ക്ലിപ്പായിട്ട് വേണമെങ്കിൽ തലയിലും വെക്കാന്നാ ഉദ്ദേശിക്കുന്നത്. കമ്മല ഇതിപ്പോ കമ്മലിടാതെ പുറത്തിറങ്ങണില്ല അവസ്ഥ. നമുക്ക് ശരിക്കും കാതൂത്തിയാലോ? എന്നാല് ശരിക്കും കാതൂത്തിയാലോ? അത് ഇത് മതിയില്ലേ? ശരിക്കും കാതൂത്താൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ മതി എന്നാ പറഞ്ഞത്. സ്വർണം കിട്ടും. ഇങ്ങനത്തെ സ്വർണം കിട്ടും. പിന്നെന്താ? ഇത് ഒറ്റയടിക്ക് വീണു പോകുന്നുണ്ട്. സ്വർണം വീണു പോയാൽ എന്ത് കിട്ടും? എല്ലാ കളറും അജുമാമ വാങ്ങിച്ചാട്ടെ. ആദ്യത്തെ കാത് മാമന്റെ വക പോയാട്ടെ. വീണു പോയാ പോട്ടേക്കണം എന്ന് അജുമാമൻ പറഞ്ഞു. അജുമാമൻ വാങ്ങിച്ചു കേട്ടോ. നമുക്കത് പാർക്കിംഗ് കിട്ടി. എന്ത് അജുമാമിന്റെ കാത് കുത്താട്ടോ നമുക്ക്. നന്ദയ്ക്ക് കാത് കുത്തുമ്പോ അജുമാമിന്റെ കുത്താം. അജുവിന് കാത് കുത്തണം എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. ആന്റി ഇവന്റെ കാത് കുത്തി കൊടുക്കണം. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ആന്റി ഇങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട് അക്കു അക്കു ആരാ വേടനോ കറുപ്പും കറുപ്പൂടാന്ന്. അക്കു ഇങ്ങോട്ട് നോക്കിയേ. അമ്മയും മോനും കറുപ്പും കറുപ്പാണ്. ആന്റി മഞ്ഞക്കിളിയാണ്. അമ്മായി വെള്ളക്കുപ്പി എടുത്ത് വന്നിരിക്കുന്നു കേട്ടോ. എന്തിനാ വെള്ളക്കുപ്പി എടുത്ത്? വെള്ളക്കുപ്പി ഇനി കുറച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ പിടിക്കാൻ തരും. അതാണ്. അയ്യോ ചീറ്റിപ്പോയി. കരിക്ക് വേണോ? വേണോ? താങ്ക് യു. നിനക്ക് വെള്ളം വേണോ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടമല്ല. വേണ്ട. ആ 5 റിയാലിന് നോക്കി പോരാ. 5 റിയാലിന് എന്നെ കൊടുക്കുവോ? 5 റിയാലിന്? താങ്ക് യു. ഐ ലവ് യു ടു. ഓ എല്ലാരും കൂടി എന്നെ കൊല്ലുമല്ലോ അപ്പൊ. ആണോ? നല്ലതല്ലേ? മുന്തിരി നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നു. കാറിൽ വെക്കാം. മുളകും അതും വേണ്ട, നീ തന്നെ കഴിച്ചു. പോയി ആയുണ്ടായിരുന്നു. ഇവള് പേന മനസ്സിലെടുക്കാൻ പോയി. കേക്ക് ഇവർക്കുണ്ടല്ലോ എല്ലാം വേണം. ഒരു കൊട്ടിട്ട് ഞാനിങ്ങനെ നിൽക്കണം. ലോകത്തുള്ള സാധനം ഫുള്ളായിട്ട് ഇത്രയാക്കി എല്ലാരും നാളേക്ക് പോണു. ഞാൻ ആന്റീനെ ഒന്ന് കാവലാക്കി പോയതാ കുട്ടികളെ. 2 ബക്കറ്റ് സാധനം ഒരുക്ക് വേണ്ടതൊക്കെ എടുത്തോളെ. ഒരു എഴുതി ലോട്ടറി അടിച്ചു. ആന്റി കുറച്ച് കഴിഞ്ഞപ്പോ വാ അവിടെ വെച്ചിട്ട് കൂടെ പോരെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലേ? ആന്റി അതാ കണ്ടതല്ലേ? ഞാൻ പൂച്ചേനെ കണ്ടത്. 20 റിയാല് പൂച്ച. 25 റിയാല്. 26 റിയാല്. ആന്റിക്ക് ജീവനുള്ള പൂച്ചേനെ കണ്ടുകൂടാട്ടോ. പ്രതിമ കണ്ടപ്പോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട്. മറ്റേത് ഞാൻ പൂച്ചേനെ ഓട്ടിക്കുവാൻ സ്നേഹിച്ച് കൊല്ല ഇവിടെ എല്ലാരും എന്നെ. താങ്ക് യു. ഐ ലവ് യു ടു. എത്രയാണ് ആ റോസിന്? ഒരെണ്ണത്തിന് നന്ദ ഈ അവിടെ പോയി വേറെ വിൽക്കണ്ട. ഒരു ഓടിക്ക് തന്നെ. ആർക്കെങ്കിലും കട്ടർ വേണോ ചോദിച്ച് നടക്കുന്നുണ്ട്. അതവിടെ കൊണ്ടേക്ക്. എന്താ ഞാൻ ചോദിക്കുമ്പോ പഠിച്ചില്ലേ? അപ്പൊ നന്ദ ഇങ്ങനെ ചോദിക്കറിയോ? ഈ അങ്ങനെ തന്നെയാ ചോദിക്കല്. വാങ്ങിച്ചോ? ആന്റി വാങ്ങിച്ചു. ആ കൊട്ടയിലെടുത്ത് ആന്റി ബില്ലടിക്കും. ചക്കേന്റെ മണുണ്ട്. ഇതെടുത്തിട്ട് മണത്ത് നോക്ക്. ചക്കേന്റെ മണുണ്ട്. കയ്യിന്ന് വീണ പൊട്ടിട്ടോ. ഞാൻ മാറിപ്പോ. I love you too. I love you നന്ദ. തൽക്കാലം ഇവിടെ കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ കടക്കാരെന്നെ ലവ് യു പറയും. ഏത് വാങ്ങിച്ചു തരുമോ?
ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരാം. ഇതെന്താ സാധനം? പാവയ്ക്ക് ഒരു പേരുണ്ടല്ലോ, എന്താ പാവ? അല്ല, ഷീപ്പാണത്, ചെമ്മരിയാട്. അയ്യോ, നീ പറഞ്ഞില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞേ? അവിടെ വെച്ചോ, വേണ്ട. ഈ ഷീപ്പിനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ വെക്കാൻ ഇഷ്ടപ്പെട്ടെ. വെറുതെ എന്തിനാ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ ചളിയാക്കാൻ? ഇപ്പൊ ഇത് പിങ്ക് ഷീപ്പല്ലേ റോസ്, നീ ഇത് ബ്ലാക്ക് ഷീപ്പാക്കും വീട്ടിൽ കൊണ്ടുപോയിട്ട്. അതുകൊണ്ടാ. എത്ര പൈസ? അതിനുള്ള പൈസ ഇല്ല, അതിനുള്ള പൈസ ഇല്ല. എന്റെ കയ്യില് ഒരു പൈസ ഇല്ല, അതിനുള്ള പൈസ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. പഠിക്കുന്ന സാധനമാണെങ്കിൽ വാങ്ങിച്ചു തരാം, വേണോ? അതെന്താ സാധനം എന്ന് പറഞ്ഞ? ABCD അല്ലല്ലോ, അത് 1 2 3 ആണത്. അത്രക്കുള്ള പൈസ ഇല്ല. അതിന് 100 റിയാല്. അയ്യടി, $50 റിയാലിനില്ല, 100 റിയാലില്ല. 41 അല്ല, 41 ഇല്ല ഇല്ല. പക്ഷെ നമ്മളതിലില്ല. അതിന് 20 റിയാൽ ഇല്ല, ഓൾറെഡി ഇല്ല. ഇല്ലേ, ഒരു പൈസ ഇല്ല. അപ്പൊ അത് എനിക്കുണ്ടോ? കമ്മലിടണമെന്ന് വലിയ ആഗ്രഹമല്ലേ? നമ്മ ഊരി പിടിക്കണോ കയ്യില്? ഏതാ നോക്കട്ടെ. ആ, നന്ദേനെ പോലെ ഉണ്ട്, അതിനുള്ള റിയാലുണ്ട്, വാങ്ങിച്ചോ. ഓക്കെ ആണോ? സന്തോഷമായോ? ഇനി മാറ്റണ്ട കേട്ടോ. അതിനെക്കാട്ടി നല്ല ഇതാണ്, മങ്കിയാണ് ഭംഗി. അതുപോലെ ഉണക്ക് അന്റെ ഷേപ്പുള്ള മങ്കി. ചേച്ചിന്റെ ഷേപ്പ്. അയ്യോ, സാധനം തീർന്നു പറല്ലേ. ഉണ്ടായിട്ട് നുണ പറയണ്ട കേട്ടോ. അവനോട് വീഴാനൊരു മടി. ഷുഗറുള്ള ആളാണത്. പിന്നെ ഷുഗർ ഫ്രീ ആണ്. കണ്ടറിഞ്ഞു വാങ്ങിച്ചാ ചക്കട്ട് മുയല് വീണതാ. ജോലയം വരാൻ വേണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചിങ്ങനെ ചവയ്ക്കും. അപ്പൊ ഇങ്ങനെ ജോലയം വരും. ചെക്കന് G ഷോക്ക് ആണ്. ചെക്കൻ G ഷോക്ക് ആണ്. നല്ലൊരു ഷോക്ക് ഞാൻ തരുന്നുണ്ട് വീട്ടിലൊക്കെ. ഇത് ഈ കൗണ്ടർ അടിക്കാൻ വേണ്ടിട്ട് രണ്ടാമത് എടുപ്പിച്ച് വലിയ കാര്യമായി. ആ, വാട്ടർപോണ്ട് എടുക്കണം. എനിക്കെന്താ ഒന്ന് നോക്കട്ടെ. ക്യാരറ്റ് ഉപ്പിലിട്ടത്, കക്കരിക്ക് ഉപ്പിലിട്ടത്, ഐസ്ക്രീം, ലിച്ചി ഉപ്പിലിട്ടത്. എനിക്ക് കിട്ടില്ല കേട്ടോ. ഒക്കെ ആന്റി വാങ്ങിച്ചു കൊടുത്താ. എനിക്ക് കിട്ടില്ല. ആന്റിക്ക് ആരും കൊടുത്തില്ല. ഇതൊന്നില്ല, അതുകൊണ്ട് അങ്കി കൊണ്ട് കൊടുത്തത്. അക്കു മോനെ, അക്കുനും അജുനോർക്ക് ഉപ്പിലിട്ടത്. അതിനകത്ത് മറ്റേ ഇതുണ്ടായിരുന്നില്ല അല്ലേ? ഇതെന്നാ ഒലിവായ ഉണ്ടായില്ല. കേട്ടോ, ഇത് തോന്നി മേടിക്കാൻ വന്ന പറയുന്നു. രാത്രി വലിഞ്ഞു കയറി വന്ന ആരുതാ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല.
വളരെ ഇമ്പോർട്ടന്റ്. രാത്രി വന്നതാണ് മനുഷ്യന് പണി ഉണ്ടാക്കാനായിട്ട്. ഫുഡൊക്കെ കൊണ്ടാ വന്നു കേട്ടോ. അതുകൊണ്ടൊരു ഒരു ഉപകാരം ഉണ്ട്. എനിക്ക് ചുമയാന്ന് പറഞ്ഞോണ്ട് നെബുലൈസർ ഇത് തുറന്നേ. ഫുഡ് കാണിച്ചു കൊടുക്കട്ടെ. ഫുഡ് ഒരു സദ്യക്കുള്ള എല്ലാ സാധനവും കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഫ്രിഡ്ജിൽ ചോറില്ലായിരുന്നു. ചോറില്ലാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വേഗം പച്ചരി കൊണ്ട് ചോറ് വെച്ചു. ഞാൻ ഫ്രിഡ്ജിൽ ചോറുണ്ടെന്ന് കരുതി ഇരുന്നു. എന്റെ ദൈവമേ, പച്ചടി തോരൻ. രാത്രി ഇനി എന്ത് വേണം? നാളെ ഉച്ചയ്ക്ക് എണീറ്റാ മതി. അവിയല് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഓലൻ. സദ്യക്കുള്ള എല്ലാ സാധനം ഉണ്ടല്ലോ. ഇത് പായസല്ലേ? രാത്രി കിട്ടിയ സംഭവങ്ങളത്. അപ്പളാ ഞാൻ അറിയണത് ചോറില്ലായിരുന്നു എന്ന്. വേഗം ചോറാവാൻ വേണ്ടി ഞാൻ പച്ചരി കൊണ്ട് ചോറ് വെച്ചു. ഈ മീൻകറി ഉണ്ടാക്കിയിരുന്നു. പിന്നെ പരിപ്പുവട, നെയ്യപ്പം, പഴംപൊരി. ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടായുള്ള ഗുണങ്ങളാ അതൊക്കെ. തുള്ളു തുള്ളു, നന്നായി തുള്ളു. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടത്. ഞാൻ വീർപ്പിക്കാൻ പോയിട്ടില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ഇറാന്റെ മിസൈലൊന്നും വേണ്ട. അക്കു ഹാപ്പിയല്ലേ? സന്തോഷായോ മോളെ? ഇതൊക്കെ തകർക്കണം കേട്ടോ. ഇവളെ മുന്നിലിട്ട് തന്നെ തകർക്കണം. ഓളെ നെഞ്ച് പൊട്ടണം. ഇപ്പഴും പൊട്ടിയുണ്ടോ? നല്ല കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനത്തെ സാധനം കൊണ്ടുവരരുത്. ഇതല്ലാത്തൊരു ചോട് മിഠായി ഉണ്ട് കേട്ടോ. അത് എടുത്തു വെച്ചിരിക്കാം. ഒക്കെ കൂടെ അവര് തിന്നും. അങ്ങനെ അംഗം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ തന്നെ പൊട്ടട്ടെ. പൊട്ടട്ടെ. സാഡിസ്റ്റ് ഒന്നുമല്ല. മതി. ഇനി നാളെ ഇത് കൊറേ ആയി, ഓവറായി. വാക്കിന് ഒരു വിലയില്ലാത്തവളാണ്. പൊട്ടട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം പൊട്ടുമ്പോ. കാരണം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനത്തെ സാധനം കൊണ്ട് കേറി വരരുത്. വേണടി, എനക്ക് തന്നെ വേണം. എനിക്ക് വരെ നന്നായിട്ട് അറിയാം. ഇവർക്ക് ബലൂണെന്ന് കണ്ട പൊട്ടിക്കലാണ് ഇഷ്ടം. എടാ പൊട്ടിക്കലടാ, എടുത്തു വെക്കി, നശിപ്പിക്കല്ലേ. ആ കൊണ്ടു തന്ന ആൾക്കാരെ ചങ്ക് പിടയ്ക്കും. ഇപ്പോഴും പിടച്ചൂലേ? ആയു നീ ഒന്നുകൂടെ കൊണ്ടുവരൂല കേട്ടോ പൊട്ടിച്ചാല്. നിങ്ങള് തനി സ്വഭാവമൊക്കെ ഒന്ന് പുറത്തെടുക്കാതെ ഇരിക്കേ. നീ എന്റെ 2 എണ്ണം പൊട്ടിച്ചില്ലേ? അടുത്തല്ല ഇവിടെ. നിനക്കിപ്പോ എന്തിന്റെ കേടാന്ന് ഞാൻ പറഞ്ഞുതരാം. 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സാധനം കൊണ്ട് വരരുത്. ഒന്നും വാങ്ങിക്ക. സദ്യയും ബലൂണും മുട്ടായും എന്തൊരു നിഷ്കളങ്ക. ആ കരച്ചിൽ കേട്ടാ തോന്നും അത് ലോകസാധനമാണ്. ആക്ടിങ്ങാണ്, വെറും ആക്ടിങ് ആണത്. ആ മുഖം കണ്ടോ? ആ ഇരിക്കുന്ന കണ്ടാ തന്നെ ശ്രമിച്ചു നോക്കുക കേട്ടോ. അതിനെ മനസ്സിലായില്ല എനിക്ക്. അതുകൊണ്ട് വാളുണ്ടാക്കിയിരിക്കും. എനിക്ക് കത്തി അടിക്കാൻ അറിയില്ല മോനെ, ഉണ്ടാക്കാൻ. അത് ഭയങ്കര സത്യം, നഗ്നമായ സത്യം. ബൊമ്പാല ഒരു കിട്ടലാവും. ബൊമ്പാലേ കേൾക്കുന്നുണ്ടോ? അക്കൂന്റെ അടുത്ത് പോയി സംസാരിച്ചു.
വായിലിട്ടാത് കൊടുക്കടാവ്. എന്തൊരു സന്തോഷം. കൈ പിടിച്ചോണ്ട് കായെടുത്താലോ എന്ന് വിചാരിച്ചിട്ടേ. അമ്പത് റിയാലോ? 50 റിയാലോ? 6 50 56 റിയാലോ? 150 ആവൂലേ? അപ്പൊ നല്ല കണക്കാ. നീ എന്നെ എടുത്തോ ആ പൈസക്ക്. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. നിനക്ക് വേണ്ട. വില ഫ്രീ ആയിട്ടാണെങ്കിൽ വേണം. താങ്ക് യു, ഐ ലവ് യു. അതെന്താ പൈസയും കിട്ടും ഇങ്ങോട്ട്? പൈസ ഫ്രീ എന്ന് പറഞ്ഞ പിന്നെ പൈസ അല്ല. വേണം. താങ്ക് യു. ഫ്രീ ആണെന്നല്ലേ പറഞ്ഞു. പകരം മിഠായി തരാം. പക്ഷെ തിന്നാൻ പാടില്ല. ഇത് കോൺ പായസമാണ് അത്ര. നന്ദയ്ക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ കോണില്ലേ. ഇത് ഇവിടെ സ്പെഷ്യൽ റെസിപ്പി. ഇനി വേണോ? ആന്റിയുടെ വീട്ടിലുണ്ട് ഇത്ര ഇങ്ങനത്തെ പായസം. ആന്റിയാണ് ഇങ്ങനത്തെ ശർക്കര പായസം ഉണ്ടാക്കിയേ. ഇനി വേണോ? അമ്മ ശില്പേ സക്സസ് ആട്ടോ. എന്റെ കുട്ടി അങ്ങനെ കഴിക്കില്ല. സേമിയോ മാത്രമേ കഴിക്കുള്ളൂ. നിനക്ക് ടേസ്റ്റ് നോക്കാനാ? മതി. ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു അല്ലേ? സൂപ്പറാ. എനിക്കും ഇഷ്ടപ്പെട്ടു. ഗോതമ്പ് പായസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കോണോണ്ടുള്ള പായസമാണ് അത്ര. അക്കുവിന്റെ സാമ്പാർ വാരിയിട്ടു കേട്ടോ. ഇതാണ് ശില്പ കൊണ്ടെന്നാണ് എല്ലാം. ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഞാൻ മുരിങ്ങക്കായ ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്ക്. തോല് പൊളിച്ചു തരാം. ഈ ഞാൻ തന്നെ കാണിച്ചു കൊടുത്താണ് മുരിങ്ങക്കായൻ്റെ ഉള്ളത്തെ കുരു തോല് പൊളിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് തന്നെ പണി കിട്ടി. പിന്നെ നക്കാതെ എങ്ങനെയാ തോല് പൊളിക്കുക? നക്കണോന്ന് നമുക്ക് തിന്നാൻ പറ്റൂലല്ലേ ഇപ്പം. ലവ് യു 2 എന്ന് ഞാൻ പറയണേനാണ് 1 2 3 4 7 വന്നതാ. ലവ് യു ഒന്നും വന്നില്ല. 1 2 3 7 വന്നു.